ചേട്ടൻ്റെ കത്ത് ഓസിഞ്ഞ പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്തുകളിലൂടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലടിച്ച് തെറിക്കുന്നത് പോലെ ഗോൾമുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നുകൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുടെ തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളികളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസെ എവോറ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞുമുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വോസിഞ്ഞോ എന്ന ഓമനപ്പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിസെന്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച വോസിഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേരിൽ സ്വന്തം ഔദ്യോഗിക പോരാക്കി മാറ്റിയ വോസിഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കി വിട്ട വോസിഞ്ഞോയാണിത്. കാൽപന്തുകളിലൂടെ വൈഭവം പാദങ്ങളിൽ തൊടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറും ഇലക്ട്രീഷ്യനും കൂലിപ്പണിയും എടുത്ത വോസിഞ്ഞോയാണിത്. എന്നാൽ 20-ാം വയസ്സിനു മുന്നേ തന്നെ 6'3" അടി ഉയരം നേടി അംഗോള, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച് 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വോസിഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വോസിഞ്ഞോ എന്ന കാൽപന്ത് കളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സിയുൾപ്പെടെയുള്ള ലോകതാരങ്ങളുടെ ചാട്ടുളിപ്പന്തുകളായിരുന്നോ? അല്ല. കളികളത്തിൽ അയാൾ സകുതം നസ്രതം ഗോൾമുഖത്ത് മിഴിപൂട്ടാതെ നിന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും അപേക്ഷത്തിൻ്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞുമുത്തശ്ശി എന്ന പരിഹാസ പേരുകൊണ്ടയാൾ തൻ്റെ ജീവിത മധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ അപേക്ഷകൾ അയാൾ തൻ്റെ പ്രതിരോധശേഷിയോടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തു നിന്നും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചിറക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറികളിൽ ഇരുന്നു കമൻ്റടിക്കുന്നവർ മേയനയ്ക്ക് കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്നോർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.